പത്തനംതിട്ട ഇളക്കുള്ളൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക തിരിമറി. സൗണ്ട് സിസ്റ്റത്തിനും പ്രചാരണ സാമഗ്രികൾക്കും ചെലവായ തുക പോലും നൽകിയില്ല. തൊഴിലാളികൾ ബിജെപി മണ്ഡലം പ്രസിഡന്റിന്റെയും ബിജെപി ജില്ലാ പ്രസിഡന്റിന്റെയും വീട്ടിൽ കുത്തിയിരിപ്പ് സമരത്തിനൊരുങ്ങുകയാണ്. നൽകാനുള്ള പൈസ നാളെ തന്നെ നൽകിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തി ഫേസ്ബുക്ക് ലൈവിൽ വരുമെന്നും പോസ്റ്റിൽ പറയുന്നു. സുജു ടി ബാബു വിവരങ്ങൾ നൽകാനുണ്ട്. സുജു, ഇതെന്താണ് സംഭവം? ബി.ജെ.പി നേതാവ് തന്നെ ബി.ജെ.പിക്കെതിരെ വരുന്നു എന്നാണോ? ആരാണ് ഈ ബി.ജെ.പി നേതാവ്? ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെ പറയുന്നു? എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബി.ജെ.പി വാർഡ് മെമ്പർ കൂടിയായിരിക്കുന്ന ആളുടെ ഈ ആരോപണം വന്നിരിക്കുന്നത്. പ്രധാനമായി ഈ വിഷയം പറയുമ്പോൾ ഇതിനൊരു സമയം കൂടെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പേരുകൾ പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ്. അത്തരം ഒരു സമയത്താണ് ബി.ജെ.പി നേതൃത്വത്തിനെതിരെ ബി ശങ്കർ വെട്ടൂർ എന്ന വാർഡ് മെമ്പർ, അദ്ദേഹം ബി.ജെ.പി വാർഡ് മെമ്പറാണ്, പ്രമാടം പഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പറാണ്. അതുപോലെ മറ്റ് ചില സംഘടനകളുടെ ഭാരവാഹിത്വത്തിലുമുണ്ട്. RSSനോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി, കുമ്മനം രാജശേഖരന്റെ വിശ്വസ്തരിൽ ഒരാൾ കൂടിയാണ് ബി ശങ്കർ വെട്ടൂർ. അങ്ങനെ ഒരാളാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിലെ അഴിമതി ആരോപണത്തെക്കുറിച്ച് പറയുന്നത്. അതിൽ പ്രധാനമായി ഈ നടന്ന ഇളകുള്ളൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ പറയുന്നത് സൗണ്ട് സിസ്റ്റത്തിനും പ്രചരണ സാമഗ്രികൾക്കും ചെലവായ തുക നൽകിയിട്ടില്ല. തൊഴിലാളികൾ ബി.ജെ.പി മണ്ഡലം പ്രസിഡന്റിനെയും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് വീട്ടിൽ ഇതിനെ തുടർന്ന് കുത്തിയിരിപ്പിന് ഒരുങ്ങുന്നു എന്നും ആരോപിക്കുന്നു. മാത്രമല്ല, നൽകാനുള്ള പൈസ നാളെ തന്നെ നൽകിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ ലൈവ് വരുമെന്ന ഒരു സൂചനയും ഒരു മുന്നറിയിപ്പും ഈ ശങ്കർ വെട്ടൂർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശങ്ങൾ. ഇരുവർക്കുമെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൽ പറയുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാനം പറയുന്ന ഒരു ഭാഗമുണ്ട്. നിലവിലെ മണ്ഡലം പ്രസിഡന്റ് കോന്നിയിലെ വൻ പെർഫോമൻസ് ആണല്ലോ കാഴ്ചവെക്കുന്നത് എന്ന മണ്ഡലം പ്രസിഡന്റിനെ പരാമർശിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റിനെ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഇലക്ഷൻ പോലും വേണ്ട രീതിയിൽ സംയോജനം ചെയ്യാൻ അറിയാത്തവർ വീണ്ടും മണ്ഡലം പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാകാൻ പടപ്പുറപ്പാണ് എന്ന് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് V.S. സുരേഷിനെതിരെയുള്ള നേരിട്ടുള്ള വിമർശനം തന്നെയാണ് ഈ വി ശങ്കർ വെട്ടൂർ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിക്കുമ്പോൾ കുമ്മനം രാജശേഖരനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് തന്നെ, ജില്ലയിലെ പ്രധാനപ്പെട്ട ബി.ജെ.പിയിലെ അറിയപ്പെടുന്ന വ്യക്തിത്വം തന്നെ വി ശങ്കർ വെട്ടൂർ തന്നെ ഇത്തരം ഒരു പരാമർശമായി എത്തുമ്പോൾ അത് കേവലം ഒരു പ്രമാടം ഗ്രാമപഞ്ചായത്തിലെയോ അല്ലെങ്കിൽ ഇളകുള്ളൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകുള്ളൂർ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഇത് ബി.ജെ.പിക്കുള്ള ജില്ലയിൽ പുകഞ്ഞു വരുന്ന വിഭാഗീയമായ പ്രശ്നങ്ങളുടെ ഭാഗമായി കൂടിയാകാം ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇത്തരം ഒരു ഭീഷണിയും അദ്ദേഹം മുഴക്കുന്നത്. മുന്നറിയിപ്പായി നൽകുന്നത് നാളെ 8 മണിക്ക് ലൈവിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത്. ശരി, പത്തനംതിട്ട ഇളക്കുള്ളൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വൻ സാമ്പത്തിക തിരിമറി എന്ന പരാതി, സൗണ്ട് സിസ്റ്റത്തിനും പ്രചാരണ സാമഗ്രികൾക്കും ചിലവായ തുക പോലും നൽകിയില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി.ജെ.പി നേതാവ് തന്നെയാണ്. ബി.ജെ.പി മണ്ഡലം പ്രസിഡന്റിന്റെയും ബി.ജെ.പി ജില്ലാ പ്രസിഡന്റിനെതിരെയുമാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. സുജു ടി ബാബു വിവരങ്ങൾ നൽകിയത്.